ഹായ് പ്യാരെ വെച്ചോന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു. പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യവുമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ. നോക്കൂ, നമുക്ക് കാണാം ഇത്തരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ചിത്രം കാണുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഒരു ചോദ്യമായിരുന്നു. നമ്മൾ പഠിച്ചൊരു പാഠഭാഗമായിരുന്നു ടോമി ഓർ മേം എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠഭാഗം. അപ്പൊ എന്താണ് ചോദ്യം? സൂചന ചിത്ര ദേഖെ ഓർ ഉത്തർ ലിഖെ. ചിത്രം നോക്കിയിട്ട് നമ്മളോട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ബ്രാക്കറ്റിൽ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? രാത്കോ, രാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയും രാത്രിയാണ്. ബിസ്കുട്ട് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ആണ്. നീതു കെ സാത്ത്, നീതുവിനോടൊപ്പം അല്ലെ, അല്ലെങ്കിൽ നീതുവിന്റെ കൂടെ എന്നൊക്കെ പറയാം. കിതാബ് എന്ന് പറഞ്ഞാൽ ബുക്കാണ് അല്ലെങ്കിൽ പുസ്തകമാണ്. പങ്കേക്കെ അല്ലെ, പങ്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫാനാണ്. അപ്പം ഫാനിന്റെ താഴെ അല്ലെ, പങ്കേക്കെ നീച്ചെ നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഫാനിന്റെ താഴെ. അപ്പൊ പങ്ക പറഞ്ഞാൽ ഫാനാണ്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 1 2 3 അതേപോലെ 4 5 അല്ലെ, ഏകദേശം 5ഓളം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്നും അതിന്റെ ഉത്തരം നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ടോമിക്കോ ക്യാ ഖാന പസന്ത് താ. ടോമിക്ക് ക്യാ ഖാന അല്ലെ, ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ടോമിക്ക് എന്ത് ഭക്ഷണമായിരുന്നു? ക്യാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് എന്നാണ്. അപ്പൊ എന്ത് ഭക്ഷണമാണ്? ഖാന പറഞ്ഞാൽ ഭക്ഷണം. എന്ത് ഭക്ഷണമാണ് ഇഷ്ടമായത്? പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. എന്ത് ഭക്ഷണം ഇഷ്ടമായത്? അപ്പൊ ഏതാണ്? അപ്പൊ ഇതില് ഒരു ഭക്ഷണ പദാർത്ഥവുമായി പേരുള്ള ഒരേ ഒരു സാധനമുള്ളൂ, ബിസ്കുട്ടാണ്. അപ്പൊ നമുക്ക് എഴുതാം ബിസ്ക്കറ്റ് ആയിരുന്നു ടോമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ. നമ്മൾ ആ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കോ എന്റെ മക്കൾ. അടുത്ത ചോദ്യം ഇതാണ്. ടോമി കിസ്കെ നീച്ചെ സോത്താദ. ടോമി കിസ്കെ നീച്ചെ, ടോമി എന്തിന്റെ താഴെ അല്ലെ ആയിരുന്നു? സോത്താദ ഉറങ്ങുന്നത്. ഉറങ്ങുക അല്ലെ, ഉറങ്ങുന്നത് എന്തിൻ്റെയോ ഒരു താഴെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെയോ താഴെയാണ് നമ്മുടെ നീ ഉറങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ടോമി എന്തിൻ്റെയോ താഴെയാണ് ഉറങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിന്റെ താഴെയാണ് ഉറങ്ങുന്നത്? നമുക്ക് നോക്കാം. എന്തിന്റെ താഴെയാണ്? പങ്കേക്കെ അല്ലെ, പങ്കേക്കെ നീച്ചയാണ് അല്ലെ, ഫാനിന്റെ താഴെയാണ് ഉറങ്ങുന്നത്. അപ്പൊ എന്താണ്? പങ്കേ അല്ലെ, പങ്കേക്കെ നീച്ചെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം അല്ലെ. അപ്പൊ അതും നമുക്ക് കിട്ടി. അപ്പൊ ഇതും കിട്ടി, ഇതും കിട്ടി, ബിസ്കുട്ടും കിട്ടി അല്ലെ. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. അപ്പൊ സിമ്പിൾ ആണ്. അത് രണ്ടും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. ടോമി കിസ്കെ സാത്ത് ഖേൽതാദ. ടോമി കിസ്കെ ആരുടെ അല്ലെ, ടോമി ആരുടെ കൂടെയാണ് ഖേൽതാദ കളിച്ചിരുന്നത് അല്ലെങ്കിൽ കളിക്കുന്നത്? ആരുടെ കൂടെയായിരുന്നു ടോമി കളിച്ചിട്ടുണ്ടായിരുന്നത്? ഇനി അതൊക്കെ ബാക്കിയുള്ളത് രാത്കോ, നീതു കെ സാത്ത് ഓർ കിതാബ്. അപ്പൊ ഇതിൽ ഏതാണ്? നീതുവിന്റെ കൂടെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? നീതു കെ സാത്ത് അല്ലെ, നീതു കെ സാത്ത് അല്ലെ, നീതുവിന്റെ കൂടെയായിരുന്നു എന്തിട്ടുണ്ടായിരുന്നത്? ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നീതു കെ സാത്ത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? പറയേണ്ടത്. ഓക്കെ. പിന്നെ നമുക്ക് അപ്പൊ മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്തു? ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഇനി നാലാമത്തെ നോക്കാം. നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. ടോമി ക്യാ പഠ്താദ. ടോമി എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ നിങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓപ്ഷനിൽ വരുന്നത് എന്താ? കിതാബ്. നമുക്കറിയാം കിതാബ് പുസ്തകമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മളൊക്കെ പുസ്തകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് നോക്കാം. നീതുക്കോ ടോമി കബ് മില അല്ലെ, നീതുവിന് ടോമിയെ കബ് മില. കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എപ്പോൾ എന്നാണ്. എപ്പോഴാണ് മില കിട്ടിയത്? എപ്പോഴാണ് കിട്ടിയത്? അപ്പൊ അതിന് നമുക്ക് അവശേഷിക്കുന്ന ഒന്ന് ഏതാണ്? രാത്രി. അപ്പൊ രാത്രിയിലാണ്. രാത്രിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. രാത്കോ അല്ലെ, രാത്രിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പൂരിപ്പിക്കാൻ പറ്റണം. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇതിന്റെ ഉത്തരമൊക്കെ ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ പിന്നെ നമ്മൾ ഈ ബ്രാക്കറ്റിൽ തന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി 5 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യും? പബ്ലിക് പരീക്ഷയിൽ ചോദിക്കും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഇനി ഇതല്ലെങ്കിൽ ഇതേപോലെയുള്ള ചിത്രങ്ങൾ തന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഐഡന്റിഫൈ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം കൃത്യമായി എന്റെ മക്കൾ മനസ്സിലാക്കണം. ചിത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൃഥ്വി എൻഡ് ഗെയിം ബാച്ച് നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. പൃഥ്വി എൻഡ് ഗെയിം ബാച്ചിൽ ഓൾറെഡി ഉള്ള മക്കളുണ്ട്. അപ്പൊ അവർക്ക് അറിയാം പൃഥ്വി ബാച്ച് എന്താണ്, എത്തരത്തിലൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ പൃഥ്വി ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണ എൻഡ് ഗെയിം ബാച്ച്. അപ്പൊ അതിൽ
നമ്മൾ 18-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം 15% ഓഫറോട് കൂടിയാണ് എൻ ഗെയിം ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ ഗെയിം ബാച്ചിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിവിഷൻ ബാച്ചാണ്. 1 മുതലുള്ള 5 യൂണിറ്റ് വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതൊരു റിവിഷൻ ബാച്ചായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഓൾറെഡി പൃഥ്വി ബാച്ചിലുള്ള മക്കൾക്ക് ഈ എൻ ഗെയിം ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ലഭിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഓൺലൈൻ റിവിഷൻ ബാച്ച് തന്നെയാണ് എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഡെയിലി ലൈവായിട്ടും റെക്കോർഡായിട്ടൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് അവൈലബിൾ ആണ് ആഫ്റ്റർ എവരി ക്ലാസ്. എല്ലാ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്ലൈഡ്സ് നോട്ട്സ് കിട്ടും. PYQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, മോഡൽ എക്സാം ഉണ്ടായിരിക്കും, എല്ലതും ഉണ്ടാവും. 849 എന്നുള്ള അഫോർഡബിൾ പ്രൈസിനാണ് നിങ്ങൾക്ക് ഈ ഒരു അധ്യയന വർഷത്തെ എൻഡ് പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ ഗെയിം പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ താല്പര്യം എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്ന് സ്റ്റാർട്ടിങ് മുതലുള്ള റിവിഷൻ ക്ലാസ് മുതൽ പങ്കെടുക്കുക. 9995400800 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ ഇതാണ് അനസാറിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ ഒക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം അനസാറാണ്. അഗല വീഡിയോ മേ അനസാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.